Hi friends, welcome back to my channel. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മിനി പിസയാണ്. അപ്പോൾ വീട്ടിൽ ഓവൻ ഒന്നും ഇല്ലാത്തവർക്ക് പുറത്തുനിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നല്ല കളർഫുൾ ആയിട്ടുള്ള സ്പൈസി മിനി പിസ എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ആ ബെൽ ഐക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം പിസ്സ ഡോ റെഡിയാക്കണം. അതിന് ഞാനിവിടെ ഒരു ഗ്ലാസ് ഇളം ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഷുഗർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നമുക്ക് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എടുത്തതുകൊണ്ട് നമുക്ക് അപ്പം തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ വേറെ ഏത് ഓയിലും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 2 കപ്പ് മൈദയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴച്ചെടുക്കില്ലേ, അതുപോലെ ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ട് മാവ് കുഴച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഒലിവ് ഓയിൽ കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒലിവ് ഓയിൽ തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ അടുത്ത് ഉള്ള ഏതെങ്കിലും ഓയിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ ഭാഗത്തും ഇതുപോലെ ഇങ്ങനെ ആക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒട്ടിപ്പിടിക്കാതെ വെക്കാൻ വേണ്ടിയിട്ടാണ് മാവ് പൊന്തി വരുന്ന സമയത്ത്. അപ്പോൾ ഇതൊന്ന് 2 മണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ 2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നോക്കാം. വാവ്, നല്ല പെർഫെക്റ്റ് പിസ്സ ഡോ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി. ഇൻഗ്രീഡിയൻസ് ഒക്കെ അതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പിസ്സ ഡോ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കണം. എന്നിട്ട് ബോൾസ് ആക്കി മാറ്റി വെക്കണം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്നും കൂടി കുഴച്ചു കൊടുക്കുക. എന്നിട്ട് ഞാൻ 3 ബോൾസ് ആക്കി മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഇങ്ങനെ 3 ബോൾസ് ആക്കി മാറ്റി വെക്കുകയാണ്. ഇനി ഈ ബോൾസ് ഒന്ന് പരത്തിയെടുക്കണം. അത് ഞാൻ ആദ്യം ഇവിടെ കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി മാവ് ഒന്ന് നല്ല വലുപ്പത്തിൽ പരത്തിയെടുക്കാം. അപ്പോൾ പരത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഓവർ തിക്കായിട്ടും ഓവർ തിന്നായിട്ടും പരത്തിയെടുക്കരുത്. ഒരു മിനി പിസ്സ ഒരു മീഡിയം ലെവലിൽ വേണം പരത്തിയെടുക്കാൻ. എന്നിട്ട് ഇതൊരു റൗണ്ട് ഷേപ്പിലുള്ളൊരു പാത്രം വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ മിനി പിസ്സ എന്ന് പറയുമ്പം ഈ ഒരു വലുപ്പത്തിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു തിക്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഓവർ തിന്നാവാൻ പാടില്ല. ഈ ഒരു ലെവലിൽ വേണം കട്ട് ചെയ്യാൻ. അപ്പോൾ ബാക്കി വരുന്ന മാവും നല്ല വലുപ്പത്തിൽ പരത്തിയെടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ ബാക്കി വരുന്ന മാവും ഞാൻ ഇതുപോലെ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒരു സൈഡ് മാത്രം ഒന്ന് ചൂടാക്കിയെടുക്കണം. അതിന് ഞാൻ ആദ്യം ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തു. എല്ലാ ഭാഗങ്ങളിലേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബട്ടർ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പിസ്സ ബേസ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. ഇത് ഒരുപാട് നേരം ചൂടാക്കി എടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. ഈ ഒരു സമയം കൊണ്ട് ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കുത്തി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ബേസ് ഒരുപാട് പൊന്തി വരാതിരിക്കാനും നമ്മൾ ഈ സോസൊക്കെ ചേർക്കുന്ന സമയത്ത് നല്ല ഉള്ളിലേക്ക് എത്താനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി പിസ്സയ്ക്ക് ആവശ്യമായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കണം. ആദ്യം ഞാനിവിടെ പിസ്സ സോസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് പിസ്സ സോസ് ഇല്ലാന്നുണ്ടെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പിസ്സ സോസ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ ബാക്കിയുള്ള എല്ലാത്തിനും മുകളിലും ഇതുപോലെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് ഞാൻ കുറച്ച് മൊസറല്ല ചീസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇത് കൂട്ടിയും കുറച്ചും കൊടുക്കാം. പിസ്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീസ് ആണല്ലോ കൂടുതൽ വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. അടുത്തത് വെജിറ്റബിൾസ് നോക്കാം. 3 കളേഴ്സിലുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. റെഡ്, ഗ്രീൻ, യെല്ലോ. പിന്നെ 1/2 കപ്പ് ഓണിയൻ. ആദ്യം ഓണിയൻ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വളരെ ചെറുതായിട്ട് അരിഞ്ഞ വലിയുള്ളിയാണ് കേട്ടോ. അടുത്തത് യെല്ലോ ക്യാപ്സിക്കമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഈ വെജിറ്റബിൾസ് ആഡ് ചെയ്യുമ്പം ഒരുപാട് ആഡ് ചെയ്യാതെ വളരെ ലൈറ്റായിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. അത് ശ്രദ്ധിക്കാം. അടുത്തത് ഗ്രീൻ ക്യാപ്സിക്കാണ് ആഡ് ചെയ്യുന്നത്. നമ്മൾ വെജിറ്റബിൾസ് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ കട്ട് ചെയ്യണമെന്നില്ല കേട്ടോ. നമ്മൾ നീളത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടുത്തത് റെഡ് ക്യാപ്സിക്കാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാം വളരെ ലൈറ്റായിട്ട് വേണം വെച്ച് കൊടുക്കാൻ.
ഇനി ടോപ്പിൽ വീണ്ടും മൊസറല്ല ചീസ് വെച്ച് കൊടുക്കുക. പിസ്സ എന്ന് പറയുമ്പം ചീസാണല്ലോ മെയിനായിട്ട് വേണ്ടത്. ചീസാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ചീസ് വീണ്ടും വെച്ച് കൊടുക്കുക. പിന്നെ ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഒറിഗാനോ ആണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളടുത്ത് ഉണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി, ഓപ്ഷനാണ്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പെപ്പർ പൗഡർ ആഡ് ചെയ്യാം. ഫൈനലായിട്ട് ബ്ലാക്ക് ഒലിവ്സ് ആണ് ആഡ് ചെയ്യുന്നത്. ബ്ലാക്ക് ഒലിവ്സ് ഇല്ലെങ്കിൽ ഗ്രീൻ ഒലിവ്സ് ആഡ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് സ്ലൈസ് ചെയ്തിട്ട് ഓരോന്ന് വെച്ച് കൊടുക്കാം. 1 or 2 നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ പിസ്സ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഓവനിലല്ല ഇത് ബേക്ക് ചെയ്യണത്, ഗ്യാസ് അടുപ്പിൽ പാനിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. അതിന് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള പിസ്സ ഒരു പാനിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. ഇതുപോലെ ഈ ഒരു സമയത്ത് ഓയിലൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഡയറക്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഞാനിവിടെ 2 പാനിൽ പിസ്സ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഗ്യാസ് ഓൺ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്യാൻ. അതുപോലെ തന്നെ ചീസ് പെട്ടെന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു 8, 9 അല്ലെങ്കിൽ 10 മിനിറ്റ് മതിയാകും നമ്മളെ ചീസ് ഒന്ന് മെൽറ്റായി വരാൻ. അപ്പോൾ നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റി ആൻഡ് സ്പൈസി ആയിട്ടുള്ള നല്ല കളർഫുൾ മിനി പിസ്സ. ഈ ഒരു പിസ്സ ഉണ്ടാക്കാൻ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട എന്നുള്ളത് നിങ്ങൾ കണ്ടല്ലോ. അതുപോലെ തന്നെ പിസ്സ ലവേഴ്സിനൊക്കെ ഒരുപാട് ഇഷ്ടമാവും. വളരെ ലൈറ്റായിട്ടാണ് നമ്മളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കൂടുതലും ചീസ് ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഒരു തവണ നമ്മൾ ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും നമ്മൾ ഉണ്ടാക്കി നോക്കും, അത് ഷുവറാണ്. അപ്പോൾ പിസ്സ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.